കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. രാജ്യത്തെ അംഗനവാടികളെ പ്രൈമറി സ്കൂളുകളുമായി സംയോജിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. എന്താണ് ഈ മാറ്റം? നമ്മുടെ കേരളത്തിലെ അംഗനവാടി സംവിധാനത്തെ ഇത് എങ്ങനെ ബാധിക്കും? ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി നോക്കാം. ചോക്ക് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഈ പുതിയ പദ്ധതി? ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 അനുസരിച്ച് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏകീകൃതവും നിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് അംഗനവാടികളെ പ്രൈമറി സ്കൂളുകളുമായി സംയോജിപ്പിക്കാൻ തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് നിലവിൽ 14 ലക്ഷം അംഗനവാടികളിൽ 2.9 ലക്ഷം എണ്ണം ഇതിനോടകം തന്നെ സ്കൂൾ പരിസരത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. ബാക്കിയുള്ളവ മാറ്റുന്നതിനാണ് ഇപ്പോൾ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും വനിതാ ശിശുവികസന മന്ത്രാലയവും സംയുക്തമായി ചേർന്ന് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. പ്രത്യേക പ്രവേശന കവാടം. സ്കൂൾ പരിസരത്തേക്ക് മാറ്റുന്ന അംഗനവാടികൾക്ക് പ്രത്യേക പ്രവേശന കവാടം ഉണ്ടായിരിക്കണം. അടുത്തത് ശുചിത്വ സൗകര്യങ്ങൾ. കുട്ടികൾക്ക് അനുയോജ്യമായതും സുരക്ഷിതവുമായ ശുചിമുറി സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. സംയുക്ത പ്രവർത്തനങ്ങൾ. കുട്ടികളുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും യോഗങ്ങൾ നടത്തണം. ഇത് കുട്ടികളുടെ പഠനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടാൻ സഹായിക്കും. ഏകോപനം. അംഗനവാടി ജീവനക്കാരും സ്കൂൾ അധ്യാപകരും തമ്മിൽ കൂടുതൽ ഏകോപനം സാധ്യമാക്കണം. ഈ മാറ്റം കൊണ്ടുള്ള പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ സംയോജനം കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിലവാരം കൂടും. അംഗനവാടികളിലെ പഠന രീതി കൂടുതൽ ശാസ്ത്രീയമാകും. കളികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കുട്ടികൾക്ക് അടിസ്ഥാനപരമായ അറിവുകൾ ലഭിക്കും. ഏകീകരണം. സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം കൂടുതൽ നിലവാരമുള്ളതും ഏകീകൃതവുമാകും. മെച്ചപ്പെട്ട സൗകര്യങ്ങൾ. അംഗനവാടികൾക്ക് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ക്ലാസ് മുറികൾ, കളിസ്ഥലങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ സാധിക്കും. അധ്യാപകർക്ക് പരിശീലനം. അംഗനവാടി ജീവനക്കാർക്ക് മികച്ച പരിശീലനം നൽകി അവരെ കൂടുതൽ കഴിവുറ്റവരാക്കും. കേരളത്തെ സംബന്ധിച്ച് ഈ വിഷയം ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാണ്. നമ്മുടെ സംസ്ഥാനത്ത് അംഗനവാടികൾ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ അതേപടി നടപ്പാക്കുമോ അതോ നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുമോ എന്ന് കണ്ടറിയണം. അംഗനവാടികളുടെ ഇപ്പോഴത്തെ ഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് മുന്നോട്ട് പോവാനാണ് സാധ്യത. ഈ പുതിയ മാറ്റം വലിയൊരു പരിവർത്തനത്തിന് വഴിതുറക്കുമെന്നാണ് കരുതുന്നത്. കേരളം ഈ വിഷയത്തെ സമീപിക്കുന്നത് എങ്ങനെയായിരിക്കും? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യത്തെ ഏറ്റവും മികച്ച അംഗനവാടി സംവിധാനങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. കേരളത്തിൽ അംഗനവാടികൾ എന്നാൽ ഭക്ഷണം നൽകലും പരിചരണം നൽകലും മാത്രമല്ല, അത്യാധുനിക സംവിധാനങ്ങളുള്ള പ്രീ സ്കൂൾ കൂടിയാണ്. നിലവിൽ നമ്മുടെ അംഗനവാടികൾ വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര നടപടികൾ അതേപടി നടപ്പാക്കുമെങ്കിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഈ വിഷയത്തിൽ കേരള സർക്കാർ ചർച്ചകളും പഠനങ്ങളും നടത്തിവരുന്നുണ്ട്. നിലവിൽ പ്രവർത്തിക്കുന്ന സംവിധാനം നിലനിർത്തിക്കൊണ്ടുതന്നെ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് സാധ്യത. ഉദാഹരണത്തിന് അംഗനവാടികളിലെ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താൻ പുതിയ കോഴ്സുകളും പരിശീലനങ്ങളും ഏർപ്പെടുത്തുക, കുട്ടികളുടെ വിവരങ്ങൾ സ്കൂളുകളുമായി പങ്കുവയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും കേരളം ഊന്നൽ നൽകുക. ചുരുക്കത്തിൽ കേന്ദ്ര നിർദ്ദേശങ്ങൾ അതേപടി നടപ്പാക്കാതെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മികച്ച മാതൃക നിലനിർത്തിക്കൊണ്ട് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള വഴികളായിരിക്കും കേരളം തേടുക. ഈ വിഷയം നമ്മുടെ കുട്ടികളുടെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അംഗനവാടികളെ പ്രൈമറി സ്കൂളുകളുമായി സംയോജിപ്പിക്കുന്ന ഈ നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ശരിയായ തീരുമാനമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Big dreams begin with a small chalk.